റിമയുടെ ഫസ്റ്റ് വാർത്തകൾ വരുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട മീഡിയാസ് കൊടുക്കുന്ന വാർത്തകളിൽ അത് തെറ്റാണെന്ന് പിന്നീട് അവർ തന്നെ തിരുത്തുകയാണ്. എഴുതിയതിനെ പറ്റി ആൾക്കാർ ചീത്ത പറയുന്നത് വളരെ കുറവാണ്. ആളുടെ ഒരു ഇന്റർവ്യൂയുടെ ചില പോർഷൻസ് മാത്രം എടുത്തിട്ട് അത് മലയാളം തർജ്ജമയും കൂടെ വന്നപ്പോൾ വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള കുറെ കണ്ടന്റ് വരികയും ചില മീഡിയ ഹൗസസിന്റെ ഒക്കെ പേജിൽ റിമ പോയിട്ട് കമന്റ് ചെയ്തു. ഒരു വ്യാജ വാർത്തയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ അതിന്റെ നറേറ്റീവ് സ്റ്റൈലും അതിന്റെ കെട്ടും മട്ടും കാണുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടാവോ. ഞാൻ പ്രാർത്ഥിക്കണം ആ മനുഷ്യൻ ഒന്നും പറയില്ല, അവർക്ക് എഗൻസ്റ്റ് ഒന്നും പറയല്ലേ. മനസ്സിൽ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനിങ് തന്നെ നടക്കുകയാണെങ്കിൽ ഇതിൽ ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടക്കുന്നവർ ഒരു പൈസ കൊടുത്തൊരു ക്യാമ്പയിനിങ് നടത്തും, ഇലക്ഷൻ ക്യാമ്പയിനിങ് പോലെ. പക്ഷേ ഇതിന്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ $10 കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഈ തോണി തുഴയുന്ന സീനിലായാലും തെങ്ങ് കയറുന്ന സീനിലായാലും റിമ കല്ലിങ്കൽ ഒരു ആസ് എ പേഴ്സൺ, ഒരു ആർട്ടിസ്റ്റ്, അവർ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ സർജറി ചെയ്യുന്നുണ്ട് ടു ലുക്ക് ഗുഡ് ഇൻ ദ ഇൻസ്റ്റാ ഫോട്ടോസ്. ദാറ്റ്സ് the kind of situation we are in. Rima doesn't care. She looks like a normal sexy Malayali woman. എത്ര എളുപ്പത്തിലാണ് ഒരു സ്ത്രീയുടെ ശരീരം ഒരു പബ്ലിക് ഡിസ്കോഴ്സിന് വേണ്ടി അത് എറിഞ്ഞു കൊടുക്കുന്നതും. ലോട്ട് ഓഫ് എൻടൈറ്റിൽമെന്റ് വിത്ത് സൊസൈറ്റി ഓൺ എ വുമൻസ് ബോഡി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ മലയാളം സിനിമയാണെന്ന് എല്ലാവരുടെയും ധാരണയാണ്. മലയാള സിനിമയുടെ സുവർണ്ണകാലം അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്ന സാധനം എപ്പോൾ ഇവിടെ ഒരു കോർപ്പറേറ്റ് വരുന്നു അപ്പോൾ തീരും. ട്രോൾസ് ഉണ്ടാക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പോഴും PR ആണ് മാർക്കറ്റിംഗ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു ടെൻഷനുള്ള 2030 മുഴുവൻ AI പടങ്ങളാവുകയാണ്. കസബയിൽ മമ്മൂട്ടി പെരുമാറുന്നത് പോലെ അങ്ങനത്തെ പെരുമാറ്റം ഗ്ലോറിഫൈ ചെയ്യുന്ന മലയാളം സിനിമ കുറയണം. When Malayalam cinema addresses gender, it does so better than anybody else. Say about Manjil Virne Pookal that are not positives, the acting very awkward, etc. പക്ഷേ please look at the way Fasil has addressed marital rape and gender-based violence, and his position is very clear. പാൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്കാമാണ്. ഒരു പടം അനൗൺസ് ചെയ്യും, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഓരോരോ ആളുകളെ വെച്ചാൽ അത് പാൻ ഇന്ത്യനായി. അങ്ങനെയല്ല അത് പാൻ ഇന്ത്യൻ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ പാൻ ഇന്ത്യൻ പടമാണ്. ഗഗനചാരി നമുക്ക് തന്നെ അറിയാം ഇത് ഓടാൻ പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പടം, എന്ത് ചെയ്യാൻ ഇത് ഓടൂല. മരണം മാസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. പക്ഷെ എല്ലാവരും പറഞ്ഞു മാഡത്തിന്റെ ടേസ്റ്റ് എന്ത്. The most resistance is coming from the Tamil film industry and the Malayalam film industry. ശ്രീ കേന്ദ്രീയ സിനിമയുടെ മാർക്കറ്റിംഗ് ടീംസിന്റെ ആറ്റിറ്റ്യൂഡ്, പ്രൊഡ്യൂസേഴ്സിന്റെ മോസ്റ്റ്ലി ആറ്റിറ്റ്യൂഡ് എന്നതാണ് നടക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും കൊണ്ട് മാർക്കറ്റ് ചെയ്താൽ നടക്കത്തില്ല. പിന്നെ പറയും റിമയോട് നമ്മൾ പറഞ്ഞില്ലേ നടക്കത്തില്ല, നടന്നില്ല. ഇപ്പൊ ആട്ടം തന്നെ എന്നെ ഇത്രയും അലട്ടിയ വേറൊരു സിനിമ ഉണ്ടായിരിക്കില്ല എന്ന റീസെന്റ് പാസ്റ്റ്. അത് എത്ര പേർക്ക് എത്തിയിട്ടുണ്ട്. ശ്രീകാന്ത് വെട്ടിയാർ, കണ്ണൂരിന്നൊരു 2 ടീമുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് കാണുമ്പോൾ ലൈക്ക് അത് ഇപ്പം മീംസായി മാറിക്കൊണ്ടിരിക്കുക. അതായത് നമുക്കൊരു ഫിലിമിന്റെ മീം വേണ്ട. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. How do we have a fine balance between art and commerce? ഈ ഒരു ഡിസ്കഷനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്ന കുറച്ച് പേരുകളുണ്ട്, കുറച്ച് മുഖങ്ങളുണ്ട്. അവരുടെ കൂടെയാണ് ഇന്ന് ഞാനിവിടെ ഉള്ളത്. രേഖ മേനൻ, അശ്വിൻ ഭരദ്വാജ്, Rejaneesh VR, Vishnu. We have Anna Vettikad, Dhanya Varma and Vishal Menon. Aswin, എങ്ങനെയാണ് അശ്വിൻ? I'm sure you face a lot of criticism and hate for the എന്താ പറയുക, യു ഡോണ്ട് മിൻസ് യുവർ വേർഡ്സ് വിത്ത് യുവർ റിവ്യൂസ്. അശ്വിൻ്റെ റിവ്യൂവിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ താഴെ പോയിട്ട് ഗ്രീൻ ആണോ ഓറഞ്ച് ആണോ റെഡ് ആണോ നോക്കും. ഞാൻ വർക്ക് ചെയ്ത സിനിമയാണെങ്കിൽ ആദ്യം അതാ നോക്കുക. ഓറഞ്ച് വരെയാണെങ്കിൽ ഞാൻ സഹിക്കും, റെഡ് ആണെങ്കിൽ ഞാൻ വായിക്കുകയില്ല. സോ എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ല, എനിക്കെന്താന്ന് പറഞ്ഞാൽ ചീത്ത കേൾക്കുന്നതും അതിൻ്റെ ബേസിലാണ്. എഴുതിയതിനെ പറ്റി ആൾക്കാർ ചീത്ത പറയുന്നത് വളരെ കുറവാണ്. ഇതിനൊക്കെയാണോ പച്ച, ഇതിനാണോ ഇതെന്ന് പറയുന്ന പോലെ. അതാണ് ഇപ്പം ലൈക്ക് ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു ഇതിൻ്റെ കേസിൽ മാത്രം ഞാൻ പറയുന്നതാണ്. ആളുകൾ നമ്മൾ എഴുതിയത് വായിക്കാതെ ഇങ്ങനെ ഒരു ചെറിയ ഇതിൻ്റെ ബേസിൽ മാത്രം ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുമ്പം ലൈക്ക് നമുക്ക് ആ കിട്ടുന്ന റെസ്പോൺസിനെ ഒരു റെസ്പെക്റ്റോടെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞൊരു പോയിൻറ്റിനെ പറ്റിയിട്ടാണ് അവർ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല, എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്കൊന്ന് 1/2 എന്ന് പറഞ്ഞിട്ട് മുരളി ഗോപി എഴുതിയൊരു പടമില്ലായിരുന്നു. അപ്പോൾ അതിൽ മുരളി ഗോപി ഡബിൾ റോളാണ്. അതിലൊരാൾ സർജനാണ്, മറ്റേ ആൾ അതെ. അപ്പോൾ അതിൽ പറയുന്നൊരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ആയിട്ടുള്ള ആൾ സർജറി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞു ലൈക്ക് അത് ഡസൻറ്റ് മേക്ക് സെൻസ്.
പക്ഷേ അത് കൺവിൻസിങ് ആയിട്ട് പറഞ്ഞൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡസൻ മേക്ക് സെൻസ് എന്നുള്ള ലെവലിൽ മാത്രം പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ആരോ ഒരാൾ കമൻറ്റ് ചെയ്തു, എൻ്റെ അമ്മ സൈക്കോളജിസ്റ്റാണ്, ദിസ് ഈസ് പോസിബിൾ. അപ്പം അവരെൻ്റെ റിവ്യൂവിനെ അല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ലൈക്ക് ഞാൻ പറഞ്ഞ പോയിൻ്റ്. അപ്പം ഞാൻ ഓക്കെ, റെസ്പെക്ട്ഫുള്ളി താങ്ക് യു, അതൊരു എനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ ഇപ്പം മണിച്ചിത്രത്താഴിലും സിമിലർ ആയിട്ടുള്ള പരിപാടികളുണ്ട്. ശോഭന എങ്ങനെയാണ് ഓരോന്ന് അച്ചീവ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതും നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലോജിക്കില്ല എന്ന് പറയാം. പക്ഷേ അത് മേക്ക് ചെയ്തിട്ടുള്ള രീതി കാരണം നമ്മൾ ബിലീവ് ചെയ്യുകയാണ് ഇതൊക്കെ പോസിബിളാണ്, എന്താ ഉറക്കത്തിൻ്റെ ആഴമളക്കാം, ഇതൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അത് കൺവിൻസിങ് ആയിട്ട് ചെയ്തില്ല എന്നുള്ള സാധനം. അപ്പോൾ ആ വ്യക്തി എനിക്ക് കമൻറ്റ് ചെയ്തത് ലൈക്ക് ഇത് പോസിബിളാണ് ഇങ്ങനെ അത് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ ഇതുണ്ട്. പക്ഷേ ഭൂരിഭാഗം സമയം നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിട്ടും. കാരണം ദിസ് റിമൈൻഡ്സ് മീ ഓഫ് സംതിങ് കേട്ടോ. സാറാസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇവിടെ വന്നിരുന്നു, നിങ്ങൾക്ക് എല്ലാവരും ചിരിക്കുന്നു സാംഷോ. സോ അത് ഇറ്റ് ടോക്സ് അബൌട്ട് ദ വുമൻസ് റൈറ്റ് ടു പ്രഗ്നൻസി. ആൻഡ് ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ അപ്പോൾ സോ ഞാൻ ചെയ്തൊരു കാര്യം അതിൽ അന്ന ആസ് എ വെരി ഡിയർ ഫ്രണ്ട്. അപ്പോൾ ആൾ ചോദിച്ചു പോസ്റ്റർ ഒന്ന് ഷെയർ ചെയ്യോ ചേച്ചി, ഇങ്ങനെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞൊരു പോസ്റ്റർ ഇട്ടു. ഞാൻ എന്തോ മീറ്റിങ്ങിന് പോയി, തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമാണ് ഇൻബോക്സിൽ. ദർ ആർ ലോട്ട് ഓഫ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി വിമൻ ഹൂ ഹാവ് മെസ്സേജ്ഡ് മീ സെയിങ് നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾ അബോർഷൻ എൻഡോഴ്സ് ചെയ്യാണോ. എന്നിട്ട് ദർ വാസ് വൺ പെർട്ടിക്കുലർ പ്രൊഫൈൽ, ഞാൻ മോൻ്റെ കൂടെ ഇട്ട പിക്ചേഴ്സിൻ്റെ ഒക്കെ അടിയിൽ പോയിട്ട് അവർ നിങ്ങളെ കുഞ്ഞിനെ കൊല്ലുമോ, ഇങ്ങനത്തെ വെരി പേഴ്സണൽ കമൻറ്റ്സ്. സോ I tried, okay, me being me, I'm trying to reason with her. Anna is a friend എന്ന് പറഞ്ഞു, let's clarify, you're not talking about me, you're talking about Anna Ben. Anna Ben. And അതെ, അപ്പോൾ ഞാൻ ഈ ലേഡിയുടെ അടുത്ത് പറഞ്ഞു ദാറ്റ് നോട്ട് എവറി പ്രഗ്നൻസി ഹാപ്പൻസ് വിത്ത് കൺസെൻറ്റ്. ഓക്കെ, കൺസെൻറ്റ് കൂടെ അല്ലാതെ വരുന്ന പ്രഗ്നൻസിക്ക് വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ്. അപ്പോൾ ആ ഒരു ചോയ്സ് ഇല്ലേ, ആ ഒരു ഇതില്ലേ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു pregnancy only happens with consensual relationship. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. So that energy is wasted. So I left the conversation, I left the chat. മറ്റേ പണ്ടുണ്ടായിരുന്നില്ലേ ഈ ലീവ് ദ ചാറ്റ് റൂം ക്വയറ്റ്ലി. സോഷ്യൽ മീഡിയയിൽ പറയുന്ന സാധനമാണ് കമൻറ്റ് സെക്ഷനിൽ പോവരുത്. ഞാൻ ഫേസ്ബുക്കിൽ റിവ്യൂ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് കമൻറ്റ് സെക്ഷൻ വായിക്കാൻ പോയിട്ടില്ല. യൂട്യൂബ് ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതുകൊണ്ട് ഇടയ്ക്ക് വായിക്കേണ്ടി വരും. ഈവൻ അത് തന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ എന്ന് പറയുന്ന രീതിയിൽ. ബിക്കോസ് നമ്മൾ പറഞ്ഞ ഒപ്പീനിയനെ ജഡ്ജ് ചെയ്ത് ലൈക്ക് ആളുകൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈവൻ ഇൻക്ലൂഡിങ് ഞാൻ പറയുന്നതാണ് എൻ്റെ ശരി. അതങ്ങനെയാണ്, അതായത് എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. ഒരു സാധനം കണ്ടു എൻ്റെ പേഴ്സ്പെക്റ്റീവ്. പക്ഷേ പൊതുവേ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഞാൻ തർക്കിച്ച് നിന്നെ അതിലേക്ക് എത്തിക്കും. ആ ലെവലിലാണ് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ സംതിങ് ഐ ഹാവ് നോട്ടിസ്ഡ് ബിക്കോസ് ആസ് മെമ്പർ ഓഫ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് മെൻ ആൻഡ് പീപ്പിൾ ഫ്രം ഓൾ ദ ജെൻഡേഴ്സ്. നമ്മളിപ്പോൾ ബൈനറീസിൽ പോലും അല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരെ അധിക്ഷേപിച്ച് ഒരുപാട് ചില വാക്കുകളൊക്കെ കോയിൻ ചെയ്ത് സംസാരിക്കുന്നതും കമൻസ് ഇടുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇഫ് യു ആർ ലൈക്ക് സംബഡി ഹൂസ് എ ഫെമിനിസ്റ്റ്. അപ്പോൾ ഫെമിനിസം എനിക്ക് തോന്നുന്നത് ഏറ്റവും മിസ്കൺസ്ട്രൂഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഒരു ജെൻഡറിനേക്കാളും സുപ്പീരിയർ ആണെന്നല്ലല്ലോ നമ്മളവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അന്ന ഇന്നലെ പറഞ്ഞ ഒരു വെരി റെലവൻറ്റ് തിങ്. ബിക്കോസ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ റീമ ഈസ് ലീഡിങ് ദ ഷോ. അപ്പോൾ പേഴ്സണലി ഞാൻ ഒരു ഫീമെയിൽ ലെഡ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ലൈക്ക് ഐ ഫീൽ ദ കോണ്ടൻറ്റ് ഓൾവേസ് ലീഡ്സ്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ക്രിറ്റിക്സ് റൗണ്ട് ടേബിളിൽ BR ഭരദ്വാജ് വെങ്കൻ ഹാഡ് മെൻഷൻ ദാറ്റ് ഹി ഡസൻറ്റ് ബിലീവ് ഇൻ ദ pan-Indian frenzy because he totally believes it's a content that leads the cinema and it's not the star that leads the content എന്നുള്ള രീതിയിലൊരു ഡിസ്കഷൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ കണ്ടിരുന്നു. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ബിക്കോസ് റെപ്രസെൻറ്റേഷൻ്റെ കാര്യം വരുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, വെൻ ഇറ്റ് കംസ് ടു റെപ്രസെൻറ്റിങ്
concepts like patriarchy or things that need to be addressed, LGBTQ community, queer rights and everything. How do you think Malayalam cinema has been faring, especially like theatre പോലുള്ള ഒരു സിനിമ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്? I think that the beauty of Malayalam cinema is that everything does get covered. However, having said that, since I've praised Malayalam cinema so much, I want to say that one of the reasons why Malayalam cinema is considered to be great in the way it addresses patriarchy is because the rest of Indian cinema is so bad in doing it. Telugu and Tamil cinemas portrayal of women, of gender is so terrible that they make even Hindi cinema look good, as a result of which when a Malayalam cinema does an Uyare or does a Saras or does the Great Indian Kitchen, it feels like it's just such a relief that that is the one thing that the whole country focuses and talks about. But of course there is extremely toxic cinema coming out of Kerala. The fact that there are stars, big stars who are willing to do this kind and that kind, which means they're not really committed to the ideology of those films, but they're more committed to just making sure that they please, you know, they get both audiences. So of course that's very disappointing. But having said that, when Malayalam cinema addresses gender, it does so better than anybody else, as a result of which it makes you also, me as a person, I mean, I consider myself very feminist, but I also think that it educates me. I mean, whether it was watching theatre yesterday, just little things like when she first climbs up the coconut tree, and you know, we're accustomed to a world when Instagramil, Facebookil ഒക്കെ ആളുകൾ surgery ചെയ്യുന്നുണ്ട് to look good in their Insta photos. That's the kind of situation we're in. And there's a certain accepted image of what a movie star should be. So the fact that Rima doesn't care, you know, she looks like a normal, sexy Malayali woman. She's sexy as hell, but she looks like a normal woman, not someone who had spent 10 hours in a beauty parlor and has been to a plastic surgeon 500 times. And that is such a small thing, but you notice it because he starts with that visual of her climbing up the tree. And all of these things, because Aswin mentioned Dasharatham, I just think that ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒരു തിയേറ്ററിൽ കുഞ്ഞിലെ ഒരു മലയാളം സിനിമ അല്ല തിയേറ്ററിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു സിനിമ കണ്ടതിൻ്റെ ഓർമ്മ എനിക്ക് ഓർക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. ഓക്കെ, ആൻഡ് ആ സമയത്ത് ഡൽഹിയിൽ മലയാളം സിനിമ തിയേറ്റേഴ്സിൽ കിട്ടത്തില്ലായിരുന്നു. ഇതൊരു ഫിലിം ക്ലബിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു. Now I have many things to say about Manjil Virnya Pookal that are not positives. The acting, very awkward, etc. etc. പക്ഷേ ആ ഒരു commercial സിനിമയിലും please look at the way Fasil has addressed marital rape and gender-based violence. And his position is very clear. See, people always misunderstand that one is saying that one has to pretend that these awful realities don't exist in our world. That's not the point. What is the filmmaker's gaze? I saw that in theatre, and I saw that in that film, Manjil Virnya Pookal. You know whose side the filmmaker is on. And this is back in the 1980s. Back in the 1980s. So this is quite an incredible aspect of Malayalam cinema. ഞാൻ ഗന്ധർവന് ശേഷം ഇതുപോലെ ഇപ്പോൾ ഇതിൽ സർപ്പക്കാവ് സംസാരിക്കുന്നു, നമ്മൾ വിശ്വാസങ്ങൾ സംസാരിക്കുന്നു. ഇറ്റ്സ് സ്പിരിച്വാലിറ്റിയുടെ ഒരു ടോൺ ഇതിനുണ്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി സ്ട്രോങ്ലി പൊളിറ്റിക്കൽ ഓൾസോ. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ. ഇറ്റ് ടോക്സ് അബൌട്ട് ബോഡി ഓട്ടോണമി, ഇറ്റ് ടോക്സ് അബൌട്ട് സെക്ഷൽ ഫ്രീഡം ഓഫ് എ വുമൻ, ഇറ്റ് ടോക്സ് അബൌട്ട് ബോഡി ഇമേജിങ്, എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. അത് ഒരു സൈഡും എടുക്കാതെ, ഇന്നലെ രജനീഷ് ചേട്ടൻ പറഞ്ഞ ആ ഒരു പോയിൻ്റാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. വിത്തൗട്ട് ടേക്കിംഗ് എനി സൈഡ്സ്, ഇറ്റ് ഈസ് മേക്കിംഗ് അസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് സംതിങ് ആൻഡ് ആസ്ക് സം ക്വസ്റ്റ്യൻസ്. റിമയുടെ ഫസ്റ്റ് വാർത്തകൾ വരുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട മീഡിയാസ് കൊടുക്കുന്ന വാർത്തകളിൽ തെറ്റായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നത് തന്നെ അവരത് ബോധ്യപ്പെട്ടിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് തെറ്റാണെന്ന് പിന്നീട് അവർ തന്നെ തിരുത്തുകയാണ്. ആ കാർഡ് തിരുത്തുകയാണ്. ഈ കാർഡ് എന്ന് പറയുന്ന സാധനം ഫേസ്ബുക്ക് പൈസ കാർഡിന് കൊടുത്തു തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സംസാരിക്കണം. കാരണം തിയേറ്റർ ആ കാര്യങ്ങളും കൂടെ ആ പെർസ്പെക്റ്റീവിലും കൂടെ വർത്തമാനം പറയുന്നുണ്ട്. അതായത്
ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ സാമ്പത്തികാവസ്ഥ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ സിനിമ. അപ്പം ഇത് ഫേസ്ബുക്ക് ഒരു മാറ്റം വരുത്തുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രൊഫൈൽ പേജുകൾക്ക്, അതായത് പ്രൊഫൈൽസിന് 5000 കഴിഞ്ഞ ഫ്രണ്ട്സ് ഉള്ളവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. അതും വീഡിയോസിലുള്ള പല മാനദണ്ഡങ്ങളും കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഫോട്ടോസിന് പൈസ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ എല്ലാ ചാനലുകളും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്രാഫിക് ആർട്ടിസ്റ്റുകളെ കൂട്ടി. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഗ്രാഫിക് ആർട്ടിസ്റ്റിനെ ഒരു മെയിൻ ചാനൽ വലിച്ചത് ഇതിൻ്റെ ഭാഗമാണ്. കാരണം അയാൾക്ക് പൈസ കൊടുക്കാനുള്ള ഇതുണ്ട് ഇതിനകത്ത്. അപ്പം ഇതൊരു എക്കണോമിക്കൽ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്യാമ്പയിനിങ്, ഇപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനിങ് തന്നെ നടക്കുകയാണെങ്കിൽ ഇതിൽ ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടക്കുന്നവരൊരു പൈസ കൊടുത്തൊരു ക്യാമ്പയിനിങ് നടത്തും, ഇലക്ഷൻ ക്യാമ്പയിനിങ് പോലെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ $10 കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അവരിതിൻ്റെ കൂടെ കൂടും. അപ്പോൾ എൻഗേജ്മെൻറ്റ്സിനാണ് ഒരു പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ മീഡിയ എന്ന് പറയുന്നത് ഈ തരത്തിലൂടെ കാണണം. ഇനി ഇതിനകത്ത് വിടുന്ന വാർത്തകൾ, ഇപ്പോൾ തിയേറ്ററിനെ കുറിച്ചൊരു വാർത്ത വരികയാണെങ്കിൽ ഈ വാർത്ത എങ്ങനെയാണ് പോവേണ്ടതെന്നുള്ളത് റിമയുടെ പൂർവ്വകാല ഇൻ്റർവ്യൂസ്, റിമയുടെ അഭിപ്രായങ്ങൾ, സിനിമയല്ല കേട്ടോ, റിമയുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഈ വാർത്ത പോകാനെന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുക. ഫാക്റ്റ് അല്ല വാർത്ത എന്ന് പറയുന്നത്. ഒരുപാട് മിസ്കൺസ്ട്രൂഡ് ആയ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരുന്നു. ആളുടെ ഒരു ഇൻ്റർവ്യൂയുടെ ചില പോർഷൻസ് മാത്രം എടുത്തിട്ട് അത് മലയാളം തർജ്ജമയും കൂടെ വന്നപ്പോൾ വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റ് വരികയും ചില മീഡിയ ഹൗസസിൻ്റെ ഒക്കെ പേജിൽ റിമ പോയിട്ട് കമൻറ്റ് ചെയ്തു, ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ ആക്ച്വലി സെഡ്, ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇഫ് യു. അത് ചെയ്യാൻ പക്ഷേ എല്ലാവർക്കും നമുക്ക് അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് വാട്ട് യു സേയിങ് ഇസ് റൈറ്റ്. കാരണം ഇപ്പോൾ ഈ ഒരു ആൽഗോരിതംസ് റൂൾ ചെയ്യുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. മോണറ്റൈസേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇസ് മോണറ്റൈസ്ഡ് ലാർജ്ലി. അപ്പോൾ ബട്ട് kudos to you Rejaneesh ചേട്ടാ for standing tall amidst all of this. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. അത് തന്നെയാണ് ഈ തിയേറ്റർ പറയുന്നത് തന്നെയാണ്. ഇതെല്ലാം ഒരു നാടകത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ കാണാൻ. കാരണം ഇതിനകത്തൊരു കഥ പറയുന്നുണ്ട്. തിയേറ്ററിനകത്ത് ഗാന്ധിജിയെക്കുറിച്ചുള്ളൊരു ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ചരിത്രം പറയുന്ന സമയത്ത് ആ റൈറ്റർ കറക്റ്റായിട്ടൊരു സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ചരിത്രത്തിൽ ഉൾപ്പെടാതെ പോയ സംഗതിയാണ്. അതായത് ഒരു യൂട്യൂബർ വളരെ ആധികാരികമായി വളരെ രസകരമായ ശബ്ദത്തിൽ ഇങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുക. ഈ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളതിങ്ങനെ കേട്ടിരിക്കുകയാണ്. അതിനിടയിൽ പറയുന്നുണ്ട് ഗാന്ധിജി ഇവിടെ വന്നപ്പോൾ പാമ്പ് കടിച്ചതാണ് എന്ന് പറയുന്നിടത്ത് അയാൾ പറയുന്ന സെൻറ്റൻസിലുണ്ട് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തൊരു സാധനം എങ്ങനെയാണ് ഇയാൾ പറയണേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഈ സിനിമ കഴിഞ്ഞിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു, സത്യത്തിൽ ഈ ഗാന്ധിജി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യാജ വാർത്തയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ നറേറ്റീവ് സ്റ്റൈലും അതിൻ്റെ കെട്ടും മട്ടും ഒക്കെ കാണുമ്പോൾ, ഗ്രാഫിക്സും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടാവുമോ, ഇനി നടന്നിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുക. ഇത് എങ്ങനെയാണ് നമ്മൾ ആധികാരികത വരുത്തുക? അപ്പോൾ റിയാലിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില സാധ്യതകൾ ഇതിനകത്ത് തന്നെ ഒരു കോൺടെസ്റ്റിൽ 2 പേര് സംസാരിക്കുമ്പോൾ അയാളുടെ ആളാണ്, സംഘത്തിൻ്റെ ആളാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റേ ആൾ CPMൻ്റെ ഒരു നക്സൽ നേതാവായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെയും സ്റ്റാൻഡ് ചെയ്യാനുള്ള വിവരങ്ങളാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലെന്താണ് റിയാലിറ്റി എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഭയങ്കര പ്രശ്നമാണ്. സംവിധായകൻ അതിനകത്ത് പറയുന്നില്ല, റിയാലിറ്റി എന്താണെന്ന് പറയുന്നില്ല. 2 things that I spoke about yesterday. അതിലൊന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും അതിനകത്ത് എത്ര എളുപ്പത്തിലാണ് ഒരു സ്ത്രീയുടെ ശരീരം ഒരു പബ്ലിക് ഡിസ്കോഴ്സിന് വേണ്ടി അത് എറിഞ്ഞു കൊടുക്കുന്നതും അതിൻ്റെ ബേസിസിൽ ഒരാളുടെ ക്യാരക്ടറോ ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദിക്കാനുള്ള ഒരു അവകാശം, ലോട്ട് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് വിത്ത് സൊസൈറ്റി ഓൺ എ വുമൻസ് ബോഡി. അതൊരു ഫാമിലി യൂണിറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഉണ്ട്. ചിലപ്പം അബോർട്ട് ചെയ്യാൻ അവർക്ക് പെർമിഷൻ കിട്ടില്ല, അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല. അത് പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റാണുങ്ങളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യുക. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അത് വളരെ നന്നായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ അത് അങ്ങ് ഒത്തിരി ആഴത്തിൽ പോകാതെ തന്നെ അത് ടച്ച് ചെയ്ത് തന്നെ അതിന് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നുണ്ട്, രജനീഷ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ മനുഷ്യൻ ഒന്നും പറയില്ലേ, അവർക്ക് എഗൻസ്റ്റ് ഒന്നും പറയല്ലേ, മീരയ്ക്ക് എഗൻസ്റ്റ് ഒന്നും പറയല്ലേ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയ്ക്കും ഐ ഫെൽറ്റ് ഐ എംപഥൈസ്ഡ് വിത്ത് ദാറ്റ് ക്യാരക്ടർ അറ്റ് ദാറ്റ് പോയിൻറ്റ്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ഇതുപോലെ
കാവുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് കാവുകളൊക്കെ. അപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലും കാവ് ഉണ്ടായിട്ട് എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, മമ്മ ഇപ്പോൾ ഇതെവിടെയാണ്? ഞാൻ പറഞ്ഞു നിനക്ക് അമ്മമ്മയോട് ചോദിക്കേണ്ടി വരും, എനിക്കറിയില്ല അതിപ്പോൾ എവിടെയാണെന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടതായി ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ അത് എവിടെ പോയെന്നറിയില്ല. അപ്പോൾ ഈ ഓർമ്മകളൊക്കെ വന്നിരുന്നു. അത് ഐ ഫീൽ ദാറ്റ് ഈസ് വെയർ എനിക്കെപ്പോഴും ഒരു സിനിമ എനിക്ക് എവിടെ കണക്റ്റ് ആവുന്നു, ഓഡിയൻസായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ, ഒരു ഇമോഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ലെവലിൽ ഓഡിയൻസുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരാണ് ഏറ്റവും വലിയ ചോദ്യം ഫോർ മീ ആസ് എ വ്യൂവർ. സോ in that context, if I look at it, this movie connected with me at different levels. നമ്മൾ ഈ നല്ല സിനിമകളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി അതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. ആൻഡ് എനിക്കിപ്പോൾ ചില സിനിമകൾ ഞാൻ കണ്ടിട്ട് വിചാരിക്കും, അയ്യോ ഇത്രയും നല്ലൊരു സിനിമ അത് ഓഡിയൻസിലേക്ക് എത്തിയില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ തോന്നുന്നു ഏറ്റവും വലിയ പ്രോബ്ലം ആൻഡ് ചാലഞ്ച് ഫോർ ഫിലിം മേക്കേഴ്സ് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നാരായണീൻ്റെ 3 മക്കൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. പക്ഷേ എത്ര പേര് ആ സിനിമ കണ്ടു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആട്ടം തന്നെ എന്നെ ഇത്രയും അലട്ടിയ വേറൊരു സിനിമ ഉണ്ടായിരിക്കില്ല ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്. അത് എത്ര പേർക്ക് എത്തിയിട്ടുണ്ട്? അതൊരു വലിയ കൺസേൺ ആണ്. നമ്മൾ അവെയർ ഓഡിയൻസ് ആണെന്ന് പറയുമ്പോഴും ഈ നല്ല സിനിമകൾ അവിടെ വരെ നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു വലിയ ചോദ്യം കിടക്കുന്നുണ്ട്. അതപ്പോൾ അങ്ങനെയാകുമ്പോൾ 80s ഫിലിം മേക്കേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനുള്ള തിയേറ്റർ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇല്ല. ഒരു ആകെ കൂടി നമുക്കറിയാവുന്ന മലയാള സിനിമകൾ പുറത്തേക്ക് പോകുന്ന ആ കാലത്തെ ഫിലിം ഫെസ്റ്റിവലിലാണ്. അരവിന്ദൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയും ചിത്രങ്ങളാണ്. അപ്പോൾ VCR സത്യം ഈ ഐ തിങ്ക് ഈ ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ അന്ന് പോക്കുണ്ടാവാറില്ല, അമ്മ കൊണ്ടുപോയെങ്കിലും. പക്ഷേ ചിലപ്പോൾ ഇതുമാതിരി VCR ആണ് കണ്ടേക്കണം. ചിലപ്പോൾ അതിങ്ങനെ ലൈനായിട്ട് വരും, ടേപ്പ് മോശമായിട്ട്. സോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഈ ലൈഫിൽ. അതിനുശേഷം ഇപ്പോൾ അവരിപ്പോൾ എത്രത്തോളം കഷ്ടപ്പെടുന്നവർ ഇപ്പോൾ നൗ ഐ തിങ്ക് അവന്യൂസ് ഇസ് ദെയർ. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ട്രൈ. ഒരുപാട് കോണ്ടന്റ് എടുക്കുന്നവരല്ല OTT പ്ലാറ്റ്ഫോംസ്. അന്നൊന്നും അങ്ങനെ എത്രയും നല്ല സിനിമകൾ തന്നെ. ഇപ്പോൾ വളർത്തു മൃഗങ്ങൾ, വേൾഡ് ഓഫ് എന്താ പറയുക സർക്കസിനെ കുറിച്ച് സംസാരിച്ച അങ്ങാടി, വേൾഡ് ഓഫ് മാർക്കറ്റ്സ്, അതല്ലെങ്കിൽ യവനിക, വേൾഡ് ഓഫ് ഡ്രാമ, അതും തിയേറ്റർ പറയുന്ന മാതിരി, അതല്ലെങ്കിൽ ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇത് ഭരതൻ സാറിൻ്റെ പ്രണാമം, ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ടൊക്കെ അത് പിന്നെ TV-യിൽ വരും. ഇപ്പോൾ താങ്ക്സ് ടു ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോൾ ഇതൊക്കെ ഓരോന്നൊക്കെ ഇടയ്ക്ക് കാണും, അല്ലെങ്കിൽ ഒന്നും കാണില്ല. ചേച്ചി പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് വി മിസ് ഗുഡ് റൊമാൻറ്റിക് മൂവീസ് ഇൻ മലയാളം നൗ. ഒരു സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ നമ്മളിപ്പോഴും മഴ എന്ന് പറയുമ്പോൾ ക്ലാര എന്നുള്ളൊരു ആ ഒരു തോട്ടിലേക്ക് മലയാളികൾ അത്രയും അറ്റാച്ച്ഡ് ആണ്. ദെർ ആർ സോ മെനി references, pop culture references that we keep talking about. ഹ്യൂമർ, ജെനുവിൻ ഹ്യൂമർ. അപ്പോൾ ഒരുപാട് നമ്മൾ റീവാച്ച് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പഞ്ചാബി ഹൗസസ് 1 മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ കൂടുതൽ പണിയുള്ള ദിവസം ഞാൻ എൻ്റെ ടീമിന് അയക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്, നിങ്ങളിൽ ആർക്കാണ് നല്ല ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയുക. അപ്പോൾ അവർക്ക് അറിയാം ഇന്നിപ്പോൾ ഒന്നും പരിപാടി തീരില്ല. കോമഡി മൂവിയുടെ കേസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കിട്ടുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ലൈക്ക് ഇപ്പം മറ്റെന്താ ശ്രീകാന്ത് വെട്ടിയാർ, മറ്റേ ഇങ്ങനെ ഇപ്പം കണ്ണൂരിൽ നിന്നൊരു 2 ടീമുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് കാണുമ്പോൾ ലൈക്ക് അത് ഇപ്പം ഇതായി മീംസായി മാറിക്കൊണ്ടിരിക്കുക. അതായത് നമുക്കൊരു ഫിലിമിൻ്റെ മീം വേണ്ട, ഏതെങ്കിലും ഒരു സാധനം മറ്റേ ഇതുണ്ടായിരുന്നില്ലേ, ഒരു ശ്രീകൃഷ്ണനും ജീസസുമാണോ എനിക്കറിയാം, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന നമ്മുടെ കോമഡീൻ്റെ സ്പേസിലേക്ക് ലൈക്ക് ഇവരൊക്കെ ഇപ്പം ചെറിയ ഇത് ചെയ്യുന്നുണ്ട്, എപ്പിസോഡ് ലൈക്ക് സാധനങ്ങൾ, ഒരു 5 മിനിറ്റിൻ്റെ സാധനം. അപ്പം നമ്മളിപ്പോൾ പഞ്ചാബി ഹൗസ് റീവാച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരും ഫുൾ പഞ്ചാബി ഹൗസ് ഒറ്റ ഇരിപ്പിന് കാണില്ല. നമുക്ക് അതിൻ്റെ പാച്ചസ് അറിയാം, ഏതാണ് എനിക്ക് ചിരിക്കാനുള്ള സ്ഥലം എന്നുള്ളത്. ആ സീനെടുത്ത് നമ്മൾ യൂട്യൂബിൽ കാണുന്നു, ഇത് ചെയ്യുന്നു. സിമിലർ പരിപാടി ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് സിനിമ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുകളിൽ നിൽക്കുക. അതിനുള്ളൊരു ശ്രമമായിരുന്നു ഗഗനചാരി എന്ന് പറയുന്ന സിനിമയില്ലേ. അത് പക്ഷേ ഞാൻ പറയുന്നത് അത് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ എക്സ്പെരിമെൻ്റൽ സോണിലേക്കും പോകുന്നത്. അത് ഞാൻ പറയുന്നത് അതിന് സിനിമാറ്റിക്കാണ്. ഞാൻ പറയാൻ ഇപ്പോൾ ഒരു ബാക്കി നമ്മൾ ഈ പറയുന്ന പഞ്ചാബി ഹൗസ് പോലത്തെ സാധനം എല്ലാം
വേർബൽ ഹ്യൂമർ ആ സാധനമാണ് കിടക്കുന്നത്. അല്ലാതെ അവരൊരു ഹാഷറൊക്കെ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, എന്തൊക്കെയാ കൊച്ചു കേരളം സംഭവിക്കുന്നത്, അതിനേക്കാൾ വലിയൊരു പോപ്പ് കൾച്ചർ ഡയലോഗ് ഇല്ല ഇപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സാധനമായി. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ തിയേറ്ററിലെ പോസ്റ്ററില്ലേ തിങ്ങിക്കയറുന്ന പെൺകുട്ടി, അതായത് എല്ലാവരും ഈ പുരുഷന്മാരും സ്ത്രീകളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പെണ്ണുങ്ങൾക്ക് തെങ്ങിക്കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ്. ഇതിൽ തെങ്ങിക്കയറുന്ന സമയത്ത് പെണ്ണുങ്ങൾ മരം കയറും, അവര് അപ്പൊ ഈ ചോദ്യം മരം കയറിയെന്നാക്കും. ഈ ഫെമിനിസ്റ്റിക് ആംഗിളിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പെണ്ണിൻ്റെ ശരീരം അവള് സാമ്പ്രദായികമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നിടത്താണ് ഇതിൽ ആ കാവ് അയാൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പണ്ട് നമ്മുടെ പത്മനാഭൻ സാറിൻ്റെ സിനിമയിൽ രതിനിർവേദത്തിൽ അവസാനം അവൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. അപ്പം ആ കൂടെയുള്ള പയ്യന് പ്രോബ്ലംസ് ഒന്നുമില്ല, അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അതായത് ആ പാപത്തിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ടത്, ആ തീണ്ടൽ ഏറ്റെടുക്കേണ്ടത് പെണ്ണാണെന്ന് പറയുന്ന ഒരു ബോധം അന്ന് ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരുപാട് പ്രോഗ്രസീവായിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പം ഇതാ ഇവിടെ വരെയൊക്കെ അവസാനം ആ സോമൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ക്യാരക്ടർ പറയുന്നുണ്ട്, ഗർഭിണിയാക്കി തനിക്കാക്കി വെടക്കാക്കി തനിക്കാക്കി കളയാന്ന് പറയുന്ന ഒരു പരിപാടിക്കെതിരായിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ പോയി പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ടെന്നുള്ള രീതിയിൽ അവൾ പോകുന്നുണ്ട്. അത്രയും ബോൾഡായിട്ടുള്ള വേറൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല മലയാളം സിനിമയിൽ. ആ റൈറ്ററുടെ തന്നെ മറ്റൊരു സിനിമയിൽ ഇത്തരത്തിലൊരു ക്ലൈമാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാവ് തീണ്ടിയതിൻ്റെ ദോഷമാണ് അവൾ മരിച്ചു പോകുന്നതിൻ്റെ ഒരു ഇത്, ആ ദോഷം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു പെണ്ണ് മാത്രമായി പോകുന്നുണ്ട്. അവിടെയാണ് ഈ സിനിമ ശരിക്കും ആ ദോഷത്തിനെയൊക്കെ മറികടന്ന് അത് എക്സ്പ്ലോർ ചെയ്യുന്നൊരു പെണ്ണായിട്ട് മാറുകയാണ്. ആ സ്പേസ് എങ്ങനെയാണ് അവളുടെ സ്വാതന്ത്ര്യം, അവർ മാത്രമുള്ള സ്പേസിൽ എങ്ങനെയാണ് പെണ്ണ് ജീവിക്കേണ്ടതെന്നുള്ള അവളാണ് തീരുമാനിക്കേണ്ടത്. അവളുടെ തീരുമാനമാണ്. ഇതിൽ നമ്മൾ എങ്ങനെ അഭിപ്രായം പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവങ്ങൾക്ക് മനസ്സിലാവും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഇറ്റ്സ് സച്ച് എ സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? The most resistance is coming from the Tamil film industry and the Malayalam film industry. You see, the point is these filmmakers are conceptualizing films and looking at it from the point of view, let's see, maybe it will come out, maybe it won't come out. Okay, Emburan had problems, but it came out, right? Yes. The examining committee did clear it, yes. And it was here for several days, and now everybody knows. It doesn't matter what, like, you know, N.S. Madhavan sir said, it's like the phantom limb. He wrote that on, so everybody knows that it is about the 2002 pogrom, so whatever. But that's the problem with like Hindi cinema to has completely capitulated. They're not making, most of them are not even bothering to make an effort. They're just, you know, doing bowing and scraping before the government. But the people who are pushing back and most courageous of all the industries, if you see from is these two industries. And again, that is because the public is supporting this. Absolutely. Right? So I feel like great cinema, if we want more cinema to get more space on OTTs and in theatres, both the public and the media have to fight for it. We are all making choices. The fact is, you know, I think you said this about Aswin, there are films that, you know, one can choose not to review. Yeah. Right? Because nobody, no newspaper is going to say, why didn't you review Atom? Okay. But there it becomes, we are invested in it. I want the world to know about Atom. And of course, I will, as a critic, review the big, massive films, because that's what every publication wants. But I will also educate the editors who work with me, and because that's our role. We want to tell you what we think about the films you are dying to know about, but we also want to tell you what the beautiful cinema that we are exposed to because we are critics that may be struggling to get an OTT or a mainstream release. Yeah. So we all have to be, I feel like there has to be a societal commitment to this. Tamil movie that released, it got a very small release. It's a lesbian love story. Okay. അവർ ഒരു 2-3 കൊല്ലമായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ സിനിമ കാണിച്ച് അവസാനം അതിനൊരു റിലീസ് കിട്ടി. പക്ഷേ ആ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ബാനറുണ്ട്, ആ ബാനറിൻ്റെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല, എനിക്ക് വേറൊരു ബാനറുണ്ട്, ആ ബാനറിൽ കൂടെ വേണം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരാം. ഈ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്കാമാണ്. പാൻ ഇന്ത്യ ആരോ എപ്പോഴോ പുറത്തത്തെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് വേറെ ഇൻഡസ്ട്രി ചെയ്ത് ക്ലിക്ക് ആയപ്പോൾ ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഒരു പടം അനൗൺസ് ചെയ്യും, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഓരോരാളുകളെ വെച്ചാൽ അത് പാൻ ഇന്ത്യനായി. അങ്ങനെയല്ല അത് പാൻ ഇന്ത്യൻ. ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പാൻ ഇന്ത്യൻ പടമാണ്. അങ്ങനെയാണ് പാൻ ഇന്ത്യൻ പടം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കാന്താര ഒരു പാൻ ഇന്ത്യനൊക്കെ ആയിപ്പോയതാണ്. നമുക്ക് അങ്ങനെയാണ്
പാൻ ഇന്ത്യൻ ആവാതെ പാൻ ഇന്ത്യൻ ആയിക്കോളും. ആ കോണ്ടന്റ് റീച്ച് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പാൻ ഇന്ത്യൻ ആയിക്കോളും. പാൻ ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ട് അടുത്ത വില്ലൻ സംജയ് ആവരുത്. Yes. Also pan India ആക്കാൻ വേണ്ടി ആ rootedness കളയല്ലേ. We've seen that happening in the Marvel Cinematic Universe and DC Universe in Hollywood. They're such generic films. That's my, and this pan India concept, when people are making films with this idea of it being pan India from the conceptual stage, then the quality of storytelling is suffering. ഇപ്പോൾ എന്താണ് ഒരു സിനിമയുടെ വേർത്ത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമ നമുക്ക് തരുന്ന എക്സ്പീരിയൻസിനോട് അപ്പുറത്ത് നമുക്ക് തരുന്നൊരു ലേണിംഗ് ഉണ്ട്. ഇപ്പോൾ തിയേറ്റർ കണ്ട ഒരാൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും, അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് അതിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് സിനിമയെങ്കിൽ ആ സിനിമ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് സിനിമ എന്നാണ് നമുക്ക് തോന്നുന്നത്. തൊട്ട് മുന്നത്തെ ജനറേഷൻ വരെ ഫിലിം സൊസൈറ്റി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനൊരു സിനിമ വരികയാണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനോ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡിൽ പോയി കാണാനോ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിലേക്ക് പോയി, ലൈക്ക് വെർച്വലാണ്, ആരും തമ്മിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഈ പറഞ്ഞ കൂട്ടായ്മ പരിപാടി ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ആകപ്പാടെ ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് IFFK പോലത്തെ വെന്യൂസാണ്, അവിടെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ റീജിയണൽ വേർഷൻസ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പം സ്ക്രീൻസ് കൂടുന്നതും ഇതിനൊരു പ്രശ്നമാണ്. ഗഗനചാരി എനിക്ക് ഫീൽ ചെയ്തൊരു നല്ല എക്സാമ്പിളാണ്. കാരണം ഈ പറയുന്ന ഡിസ്റ്റോപ്പിയൻ കോമഡി എന്നൊക്കെ പറയുന്ന ജോണർ നമുക്ക് അത് ആസ്വദിക്കുന്ന ആൾക്കാർ വളരെ സ്കാറ്റേർഡ് ആയിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു വീട്ടിൽ ഒരു ആൾക്ക് അത് ഇഷ്ടമുണ്ടാവും, ബാക്കിയുള്ളവർക്കൊക്കെ ഇത് എന്ത് സിനിമ എന്താണ് ഇങ്ങനെ എന്നുള്ളത് പറയുന്നതായിരിക്കും. അപ്പോൾ അയാൾക്ക് കുടുംബത്തോടെ ആ ഫിലിമിന് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ എനിക്ക് തോന്നുന്നു അരുൺ ചന്തു ഇവരൊക്കെ അന്ന് ആ സമയത്ത് ചെയ്ത മാർക്കറ്റിങ്ങിൻ്റെയോ ഇതിൻ്റെയോ ഒക്കെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോണർ ഫിലിം കാണുന്നവരിലേക്ക് ഇങ്ങനൊരു പടം വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് എത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് വീക്ക് ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ചില സിനിമകൾ കാണും, ആ പടം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം 1744 വൈറ്റ് ഓൾട്ടോ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഡീപ്പ് ഡൗൺ നമുക്ക് തന്നെ അറിയാം ഇത് ഓടാൻ പോകുന്നില്ല. എനിക്കിഷ്ടപ്പെടുന്നുണ്ട് പടം, പക്ഷേ എന്ത് ചെയ്യാൻ, ഇത് ഓടൂല എന്ന്. ആക്ച്വലി ഗഗനചാരിയും അതുപോലെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ പടം കാണുന്ന സമയത്ത് എനിക്ക് വർക്കാവുന്നുണ്ട്, ഈ വാക്കി ആയിട്ടുള്ള ഐഡിയാസും സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ ആ സിനിമ എന്താ പറയുക, ഞാൻ ആ തിയേറ്ററിൽ കാണുന്നു, ആ തിയേറ്ററിൽ അത്യാവശ്യം ആളുണ്ട്, അവർക്ക് റെസ്പോൺസ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഓക്കെ മൂവി ഈസ് റണ്ണിങ്, അതായത് അല്ലാതെ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് മാറ്റും എന്നുള്ള അവസ്ഥയല്ല അത്. ഇപ്പോൾ അവർ അതിന് ശേഷം വല അനൗൺസ് ചെയ്യുന്നു, അങ്ങനെ ഇതൊക്കെ വരുന്നു. അപ്പം നമ്മളൊരു നീഷ് ഫിലിം ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയൻസിനെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന അതായത് ആക്ച്വൽ ഒരു കമ്മ്യൂണിറ്റി സംഭവം ഉണ്ടെങ്കിലാണ് അതായത് ഈ ഫിലിം സൊസൈറ്റീൻ്റെ ഒരു ന്യൂ ഏജ് വേർഷൻ ഏതെങ്കിലും രീതിയിൽ വരണം. ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫെമിനിച്ചി ഫാത്തിമയെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എഡിറ്റേഴ്സ് IFKയിൽ പോയി കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ കൂടുതൽ ഫിലിം ഫെസ്റ്റിവൽസ് ലോക്കലായിട്ട് അങ്ങനെ ഒരു ഉണ്ടാവും എങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ റീച്ച് എ ലോട്ട് മോർ പീപ്പിൾ. സെക്കൻഡ് തിങ് ഈസ്, എനിക്ക് ബ്ലാക്ക് ഹ്യൂമർ, സറ്റയർ, കോമഡി അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ എല്ലാവർക്കും അത് വർക്ക് ചെയ്യുന്നില്ല. മരണമാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ, പക്ഷേ എല്ലാവരും പറഞ്ഞു മാഡത്തിൻ്റെ ടേസ്റ്റ് എന്ത് മാം, ഞാൻ എൻ്റെ ടീംമേറ്റ്സ്. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. It is such a risky proposition and such a difficult thing to reach the right audience. You know, the thing is that I think every film is risky. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഷാറുഖ് ഖാൻ്റെയും രൺബീർ കപൂറിൻ്റെയും ആരുടെയും ഒരു ഫിലിം ഫ്ലോപ്പ് ആകത്തില്ല. കാരണം അവരെല്ലാം മോസ്റ്റ്ലി അവർ ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സേഫ് ഫിലിംസ് ആണ്. പക്ഷെ 10 വർഷം ഷാറുഖ് ഖാൻ ഫ്ലോപ്പ് ചെയ്തു, 10 വർഷം. സോ I feel that no film should be approached with this attitude of idu nadakathilla. Sorry, I disagree with you, Aswin. Karanam in my mind, if it's a quality film, ഏത് ഫിലിം ആണെങ്കിലും അത് നടക്കാനുള്ള സാധ്യതയുണ്ട്.
അത് തിയേറ്ററിൽ നടത്താനുള്ള ഭാരം ചുമക്കേണ്ടിയത് സംവിധായകനല്ല. പക്ഷേ ഹാപ്പി ആയിരുന്നു എന്നാ ഈ ഗഗനചാരി വർക്ക് ആയപ്പോൾ. കാരണം ഐ ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസസ് ഇങ്ങനെ ഓടായിട്ട് വരുന്ന സാധനങ്ങൾ മനസ്സിലായി. പക്ഷേ ഐ എം സേയിങ് അത് തിയേറ്ററിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഭാരം ചുമക്കേണ്ടത് സംവിധായകനല്ല, എഴുത്തുകാരല്ല, അത് പ്രൊഡ്യൂസേഴ്സും മാർക്കറ്റിംഗ് ടീമുമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ കാണുന്നത് ഈസ് ദാറ്റ് മാർക്കറ്റിംഗ് ടീം ഇറ്റ് സെൽഫ് ഡിസൈഡ്സ് ഇത് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഓൺലി റൺ വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റൈറ്റ്? അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണെങ്കിൽ. പക്ഷേ ആൻഡ് ഇത് സ്ത്രീ പക്ഷ സിനിമ എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല, സ്ത്രീ കേന്ദ്രിക സിനിമ എന്ന് പറയാം. സ്ത്രീ കേന്ദ്രിക സിനിമയുടെ മാർക്കറ്റിംഗ് ടീംസിൻ്റെ ആറ്റിറ്റ്യൂഡ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ മോസ്റ്റ്ലി ആറ്റിറ്റ്യൂഡ് എന്നതാണ് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും കൊണ്ട് മാർക്കറ്റ് ചെയ്താൽ നടക്കത്തില്ല. പിന്നെ പറയും റിമയോട് നമ്മൾ പറഞ്ഞില്ലേ നടക്കത്തില്ല, നടന്നില്ല. പക്ഷേ the point is, I think a film like this, you just never know what can be commercial. കാരണം ഇന്നത്തെ നീഷ് നാളത്തെ മെയിൻ സ്ട്രീം ആകാനുള്ള സാധ്യതയുണ്ട്. ഗാങ്സ് ഓഫ് വാസിപ്പൂർ വന്നപ്പോൾ ആ സമയത്ത് ആ തീം ആൻഡ് ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ അത് മെയിൻ സ്ട്രീം അല്ലായിരുന്നു. പക്ഷേ അനുരാഗിന് അതിൽ വിശ്വാസമുണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അതങ്ങനെ മാർക്കറ്റ് ചെയ്തു. ആ പടം മെയിൻ സ്ട്രീം ഹിറ്റായി. അത് കാരണം ആ പടം ഉണ്ടാക്കിയ രീതി ഒരു മെയിൻ സ്ട്രീം രീതി ആയി. എല്ലാ പടം മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. സോ ലാസ്റ്റ് 2 വർഷം മുമ്പ് IFFKയിൽ ഞാൻ പോയപ്പോൾ 5 സിനിമകൾ എൻ്റെ അന്ന് IFFKയിലുണ്ട്. ആട്ടം, അദൃശ്യജാലകങ്ങൾ, B32 മുതൽ 44 വരെ എന്ന് പറഞ്ഞ സിനിമ, ഫാമിലി ആൻഡ് പാരഡൈസ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. ഐ സെഡ് ഇല്ല, നിങ്ങളെനിക്ക് RRRും ബാഹുബലിയൊക്കെ കൊണ്ടുത്താ, ഞാൻ എൻ്റെ കഴിവ് കളിക്കാം. ലൈക്ക് ഗിവ് മീ എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഓഫ് 2 CR 5 CR 10 CR. നമ്മൾ എപ്പോഴും ആ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള സ്പേസിൽ. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂട്ടി ഓഫ് എ മാർക്കറ്റിംഗ് പേഴ്സൺ ടു അഡ്വൈസ് ദ പ്രൊഡക്ഷൻ വൈസായിട്ട്. അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, പ്രൊജക്റ്റഡ് റിട്ടേൺസ് എത്രയാണ്, ഇവരൊക്കെ ഏതൊക്കെ റവന്യൂസ് നിന്നാണ് റവന്യൂ വരാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു മാർക്കറ്റിംഗ് ബജറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. എഗെയിൻ ഇവിടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് അറിയില്ല. ഇപ്പോഴും PR ആണ് മാർക്കറ്റിംഗ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മാർക്കറ്റിംഗ് ഈസ് എ വൈഡ് സ്പെക്ട്രം. അതിൻ്റെ കീഴെ വരുന്നൊരു വെർട്ടിക്കൽ മാത്രമാണ് PR. ഇൻ ഫിലിം ബ്രാൻഡിങ് കൺസൾട്ടിങ് മുതൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, സീഡ് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, ട്രോൾസ് ആൻഡ് മീംസ് ഉണ്ടാക്കുന്നതിനെയാണ് ഇവിടെ എല്ലാവരും ചിരിച്ചു. കാരണം ഐ ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് മോർ അബൌട്ട് ഇറ്റ്. ഞാനിവിടെ വന്നിട്ട് ഞാൻ കേട്ട ഏറ്റവും ബിസാറായിട്ടുള്ള കാര്യമായിരുന്നു, ട്രോൾസ് ഉണ്ടാക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കുറേ പേജസിൽ പോസ്റ്റ് ഇടുക, മീംസ് ഇടുക, ഒരു മീം ഉണ്ടാക്കുക, 20 പേജിൽ പോസ്റ്റ് ഇടുക, അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കറക്റ്റ്. അപ്പോൾ എന്നോടൊരു പ്രാവശ്യം ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സംബഡി കെയിം ആൻഡ് ടോൾഡ് മീ എൻ്റെ കയ്യിൽ 150 ഫേസ്ബുക്ക് പേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തമാശയ്ക്ക് എൻ്റെ ശുദ്ധഹാസ്യം ഞാൻ പറഞ്ഞു, സക്കർബർഗിന് ഉണ്ടാവില്ലല്ലോ സ്വന്തമായിട്ട് 150 പേജ്. അപ്പം ഹി ഗോട്ട് വെരി ഒഫൻഡഡ് ബിക്കോസ് അവർ ഒരുപാട് വർഷമായിട്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനുള്ളൊരു വിമുഖത, ബിക്കോസ് യു ആർ അനലൈസിങ് ദ റിസൾട്ട്സ്. സോ ആസ് എ മാർക്കറ്റിംഗ് പേഴ്സൺ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ഇഫ് ഐ എം സ്പെൻഡിങ് എക്സ് എമൗണ്ട് ഓഫ് മണി. സ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് തിയേറ്റർ. ഇപ്പോൾ തിയേറ്ററിന് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല ഒരു ഫ്ലാംബോയൻറ്റ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഒരിക്കലും ടോട്ടൽ പ്രോജക്റ്റ് ബഡ്ജറ്റിൻ്റെ 50% നിങ്ങൾ മാർക്കറ്റിങ്ങിന് ഇടണം എന്ന് ഞാൻ പറയില്ല. സോ നമ്മൾ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്ന് ഏറ്റവും ഇമ്പാക്റ്റ്ഫുള്ളായ എന്തൊക്കെ ചെയ്യാം എന്നാണ് ചിന്തിക്കുക. സോ അവിടെ നമ്മൾ റിസൾട്ട്സ് ചോദിക്കുന്നത്, അപ്പോൾ ഇവിടെ ഉള്ളൊരു കൾച്ചറാണ് നമ്മുടെ നാട്ടിൽ. ദാറ്റ് ഓൾസോ ഇസ് ദെയർ, നോ സൈലൻറ്റ് ബാൻസ് ആൻഡ് യു ഗെറ്റ് boycotted in many places and all of these things happen which you all have experienced in different ways. അതെ, നമ്മളെല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ട്. when you kind of question the norm, നമ്മളൊരു കുറേ കാലമായി നിന്നിരുന്നൊരു സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ അത് തന്നെയാണെന്ന് തോന്നുന്നു ഈ മലയാളം ഇൻഡസ്ട്രിയുടെ ഗുഡ് ആൻഡ് ബാഡ്. ബിക്കോസ് നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നല്ല ഉത്തരങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒരു ക്ലോസിങ് ഒരു പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, മലയാളം സിനിമ 100 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് വെരി സൂൺ. ഒരു 2030 മലയാളം സിനിമ എങ്ങനെയായിരിക്കും, 5 years down the lane? I would really love to hear from all of you.
ഒരു 100 വർഷം പൂർത്തിയാകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെ വരുമെന്ന് യു തിങ്ക് ഓർ യു ഗെസ് ദിസ് കുഡ് ബി എ പോസിബിലിറ്റി? ഇതുപോലെയൊക്കെ തന്നെ നിന്നാൽ മതിയല്ലേ, ആദ്യം ഒന്നും മാറണ്ട. കാരണം ഇപ്പോഴുള്ള ഡയറക്ടേഴ്സും ഇപ്പോഴുള്ള ആക്ടേഴ്സൊക്കെ ആ എക്സ്പെരിമെൻ്റൽ ഫേസൊക്കെ കഴിഞ്ഞ് സ്റ്റാർസായി തുടങ്ങി. ഇനി അവർ ജസ്റ്റ് അവരുടെ സിനിമ പോസ്റ്റർ അടിച്ചാൽ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ മോഹൻലാലിനും മമ്മൂട്ടി ചെയ്ത അത്ര എക്സ്പെരിമെൻ്റൽ ഫിൽംസ് ഒന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ 80s അവർ ചെയ്ത പോലെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 20 years ഓഫ് സൂപ്പർ സ്റ്റാർഡം കഴിഞ്ഞിട്ട് ഒരു ഫേസ് വരും, എല്ലാവർക്കും ആ ഒരു മാസ് സിനിമ ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു ഫേസ് വരുമായിരിക്കും. അത് വരുമ്പോൾ അവരിത് മറക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ 2000 എന്തായിരുന്നു അവസ്ഥ, മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് കേരള എന്തായിരുന്നു ആ സമയത്ത് അവർ സംസാരിച്ചിരുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതുപോലെയൊക്കെ തന്നെ പോട്ടെ, കുഴപ്പമില്ല. എനിക്കൊരു ടെൻഷനുള്ള 2030 ആകുമ്പോൾ മുഴുവൻ AI പടങ്ങളാവും, അത് പേടിക്കണ്ട. അതും സാധ്യതയുണ്ട്. അല്ലല്ല, അതിന്റെ ഒരു കാര്യം പറയാം. ഇപ്പൊ കിഷ്കിന്ധ കണ്ടം വന്നപ്പോൾ നമ്മൾ അതൊരു പുതിയ സിനിമയായിട്ട് നമ്മൾ ആസ്വദിച്ചല്ലോ. പക്ഷേ ഉത്തരവ് എന്ന് പറയുന്ന MDയുടെ സിനിമയുണ്ട്, ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഈ ജോണർ കൈകാര്യം ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പം അന്നും ഉത്തരം ഉണ്ടായിരുന്നു, ഇന്ന് കിഷ്കിന്ധ കണ്ടം ഉണ്ട്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നത് അന്നും ഇത്തരം സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പുതുമയുള്ള ടൈം പീരീഡ് ഒരു സെയിം സാധനം ഒന്ന് റിപ്പീറ്റ് ചെയ്യും, ഒരു സംഭവം സൈക്കിള് ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ലൈക്ക് ആ ഒരു തീം ഇപ്പൊ ചോദിച്ചില്ലേ, ഒരു റൊമാൻറ്റിക് മൂവി അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ലല്ലോ കുറെ ആയിട്ട്. മേബി 1 or 2 yearsൽ ഒരു അടുത്ത ദുവാനത്തുമ്പികളുടെ എന്തെങ്കിലും സാധനം വരും. റൊമാൻറ്റിക് സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇത്തിരി നേരം എന്ന് പറയുന്ന ലോ ബഡ്ജറ്റ് സിനിമ ഇപ്പൊ റിലീസ് ആവുന്നുണ്ട്. അത് റൊമാൻറ്റിക് സിനിമ, ഒരു ക്ലാസിക്, ഒരു കൾട്ട് ലെവലിലേക്ക് പോകുന്ന, നമ്മളൊരു പോപ്പ് കൾച്ചർ എന്ന് 10-20 വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റൊമാൻസ് വി സ്റ്റിൽ ടോക്ക് അബൌട്ട് തൂവാനത്തുമ്പികളല്ലേ. ഇപ്പോഴും നമ്മളൊരു റെഫറൻസ് പറയുന്നുണ്ട്, ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു പ്രണയത്തിൻ്റെ ബ്യൂട്ടി. And I think the way people conceive love has also evolved. അത് തമിഴിലും കുറെ കാലത്തിന് ശേഷം ആ ഒരു സ്പേസിലെത്തിയ 96 ആയിരുന്നു. അതെ അതെ അതെ. പക്ഷെ അതിനുശേഷം അവരും ഒരു ഡ്രൈ സ്പേസിലാണ് നിൽക്കുന്നത്. അവർക്ക് അതിന്റെ മുന്നേ നോക്കിയാലും കുറെ മുന്നേ ആണ് അങ്ങനത്തെ ഒരു സ്റ്റോറി വന്നിട്ടുള്ളത്. നമുക്കുണ്ടായിരുന്നില്ല പൃഥ്വിരാജിന്റെയും പാർവതിന്റെയും സിനിമ നമുക്ക് പടങ്ങളുണ്ട്. പക്ഷേ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാലഘട്ടത്തിലും അതിനെ ഈ സോ കോൾഡ് പോയറ്റൽ സാധനങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യം AI അല്ല. എനിക്ക് മലയാളം സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പേടിയുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ 2-5 വർഷമായിട്ട് ഇന്ത്യ മുഴുവനും മലയാളം സിനിമ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ മലയാളം സിനിമയാണെന്ന് എല്ലാവരുടെയും ധാരണയാണ്. തെറ്റിദ്ധാരണയല്ല, ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അറ്റൻഷൻ കിട്ടുമ്പോൾ ചിലപ്പം കോർപ്പറേറ്റ്സ് വരുമ്പോൾ പൈസ കൂടും. കോർപ്പറേറ്റ്സ് ആണെങ്കിൽ അവർ പറയും കഥ എന്ത് പറയണം. ആ സെൻസർഷിപ്പ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദ റെസിസ്റ്റൻസ് ഇസ് കമ്മിങ് ഫ്രം മലയാളം ആൻഡ് തമിഴ് സിനിമ ടു റെസിസ്റ്റൻസ് ടു സെൻസർഷിപ്പ്. ദേ വിൽ ട്രൈ ടു ഡിക്റ്റേറ്റ് ടേംസ്. സോ ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ടെംപ്റ്റിംഗ് ഫോർ എ ഫിൽം മേക്കർ to try and do this pan-India bullshit, okay? But you can't make a film, conceptualize it thinking this should be pan-India, because the fact is the most beautiful stories in the world are rooted, and those rooted stories have universal resonance, and it's the rooted stories of Malayalam cinema that are doing well across the country. The worst thing that could happen is if in their desire to appeal to a larger audience and get then RRR and Bahubali kind of success, if Malayalam filmmakers sacrifice the very thing that has made them successful. They are the talk of all of India right now. If they start saying, no, but we want to be like Rajamouli or Rohit Shetty, then why should the rest of India watch you any more than they watch Rajamouli or Rohit Shetty? And there is also, Rajamouli he's made a certain kind of film. I don't like his cinema now. I liked Iga very much. I don't like his cinema now. But the fact is, he made, whether I disagree or agree with his films, he made films from his conviction. Yes. And then it was marketed very intelligently. Bahubali became an all India success because they marketed it very intelligently. So I hope that Malayalam cinema doesn't sacrifice that rootedness. But there are things that need to change. We need more സ്ത്രീ കേന്ദ്രിക സിനിമ കൂടണം. അത് മാത്രമല്ല, സ്ത്രീകളില്ലാത്ത സിനിമകൾ കുറയണം. സ്ത്രീകളോട്
കസബയിൽ മമ്മൂട്ടി പെരുമാറുന്നത് പോലെ അങ്ങനത്തെ പെരുമാറ്റം ഗ്ലോറിഫൈ ചെയ്യുന്ന മലയാളം സിനിമ കുറയണം. ആ സിനിമ ബാക്കിയുള്ള ഇന്ത്യയിലെ ആളുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ ഉണ്ടാക്കണം എന്ന് അർത്ഥമില്ല. വി മസ്റ്റ് that kind of cinema has to be rejected by film critics, hopefully, over time the audience will also start rejecting it left, right and center. Also, what can Malayalam cinema take from the rest of India? I think that there is a mainstreaming of discussions on caste that one sees in Tamil cinema that is not happening in Malayalam. That is something that can be learnt from Tamil cinema. പക്ഷേ തമിഴ് സിനിമയുടെ ആൻറ്റി കാസ്റ്റ് സിനിമയിൽ സ്ത്രീകൾ ആ മാർജിനലൈസ്ഡ്. മലയാളം സിനിമ ഷുഡ് നോട്ട് ഡു ദാറ്റ്. നാഗരാജ് മഞ്ജുലെ ഇൻ മറാഠി സിനിമ, that was his great success. Sairath, completely caste based, but with all the trappings of conventional commercial cinema, and became an all India hit. Malayalam cinema is now a brand. Yes. ആ ബ്രാൻഡ് എന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് the strengths of that brand shouldn't be lost. അല്ല, ഈ അടുത്ത് കരൺ ജോഹർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, അവർ എങ്ങനെയാണ് ഇത്രയും ബഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ലോകയുടെ 30 crores ആണെങ്കിൽ അവിടുത്തെ ഹെയർ ആൻഡ് മേക്കപ്പ് തന്നെ ആ പൈസ പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയ്ക്ക് ആ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് പാൻ ഇന്ത്യ പിടിക്കണമെന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം ലൈക്ക് ഇതിൻ്റെ ബിസിനസ് പണ്ട് മിഡ് റേഞ്ച് ബോളിവുഡ് ഫിലിംസിനെ പറ്റി അവർ പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ബദായി ഹോ അങ്ങനത്തെ സിനിമകൾ, അതിന് 300 കോടിയും 400 കോടിയും കളക്ഷൻ ഉണ്ടാവില്ല. 20 കോടിയിലോ 30 കോടിയിലോ സിനിമ ഉണ്ടാക്കിയിട്ട് കളക്ഷൻ ലൈക്ക് ഷെയർ വിൽ ബി ലൈക്ക് 80 crores. അതിനൊരു പ്രോഫിറ്റ് ഉണ്ടല്ലോ. ഇപ്പം 300 കോടി മുടക്കിയിട്ട് 350 കോടി കിട്ടി 50 കോടി പ്രോഫിറ്റ് വേണോ 20 കോടി മുടക്കി ഇത് കിട്ടിയിട്ടുള്ളത്? ഈ ഇത്തിരി നേരത്തിൻ്റെ ഡയറക്ടർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ പടം ഇത്രയ്ക്കാണ് തീർന്നത്, അതൊരു ഹാപ്പിനെസ്സാണ്. അതിൻ്റെ പ്രൊമോഷന് വേണ്ടി റൂം എടുക്കുമ്പോൾ 2 മെയിൻ ആർട്ടിസ്റ്റുകൾ മാറി മാറി ആ റൂമിൽ കയറി ഡ്രസ്സ് മാറിയാലേ പറ്റുള്ളൂ. കാരണം ഒരു റൂമിന് 4000 രൂപയാണ്. അപ്പോൾ ഒരു റൂമും കൂടെ എടുക്കാൻ 4000 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം 4000 രൂപ എന്ത് ചെറിയ തുകയാണ്. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളി പറയുന്നത് ആ ഒരു റൂമും കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇതൊന്ന് കുറച്ച് പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. കാരണം അത്രയും ചെറിയ ബഡ്ജറ്റാണ്. അപ്പോൾ അതിൽ ഒന്ന് ഈ പ്രൊമോഷന് വേണ്ടി അത്തരം ഒരു കാശ് ചിലവാക്കാൻ ഇല്ല. കാരവാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ കാരവാൻ ഇല്ല ആ പടത്തിന്. അപ്പം അതൊക്കെ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ശരിക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ പടം വിജയിക്കുമെന്നാണ് അവരുടെ ഒരു ഹാപ്പിനെസ്. ഇപ്പോൾ ഈ തിയേറ്ററിനെ പറ്റി പറഞ്ഞപ്പോൾ തിയേറ്ററിൽ എല്ലാ ആളുകളും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ട്. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ ആളുകളും അപ്പോൾ അവർക്ക് ഇപ്പോൾ അവർ അഭിനയിക്കുക മാത്രമല്ലാതെ അവർ ചിലപ്പോൾ ആർട്ട് അസിസ്റ്റൻറ്റിനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് തിയേറ്റർ ഇവിടെ നിൽക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കുറച്ച് റിസ്ക്കുകൾ, ഇപ്പോൾ അങ്ങനെ റിസ്ക്കുകൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മലയാള സിനിമ എത്തട്ടെ. സ്റ്റിൽ ഇപ്പോൾ ഈ തോണി തുഴയുന്ന സീനിലായാലും തെങ്ങ് കയറുന്ന സീനിലായാലും റിമ കല്ലിങ്കൽ ഒരു ആസ് എ പേഴ്സൺ, ഒരു ആർട്ടിസ്റ്റ്, അവർ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിസ്ക് എടുക്കൽ ബോളിവുഡിൽ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ളൊരു സിനിമ, ആ സിനിമ കുറച്ച് ഫ്രീസറുമായി ബന്ധപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് ഹിന്ദിയിലേക്ക് ആക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇത് അന്റാർട്ടിക്ക ഷൂട്ട് ചെയ്യാമെന്നാണ് ഡയറക്ടറിനോട് പറഞ്ഞത്. അത്ര വലുപ്പത്തിൽ ഒരു പോയിന്റ് ഇല്ലാണ്ട് ആ വലുപ്പം ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ ഇതിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇത്തിരി നേരത്തിനകത്ത് ക്യാമറ റോൾ ചെയ്തിട്ട് റോഷൻ മാത്രം അതിനകത്തിരിക്കുക. ആർട്ടിസ്റ്റ് ജിയോ ബേബി ഉണ്ട്. ജിയോ ബേബി ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പോൾ ഈ ക്യാമറ കട്ട് ചെയ്യാൻ ഉള്ള സ്ഥലങ്ങളിൽ ശരിയായില്ല എന്ന് റോഷന് തോന്നുമ്പോൾ റോഷൻ കട്ട് എന്നിട്ട് റോഷൻ വീണ്ടും. ഇപ്പോൾ മലയം കുഞ്ഞ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ലൈറ്റ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റും, ഭയങ്കര പൈസയാണ് ആ ലൈറ്റ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ആ ലൈറ്റ് പിടിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്. അപ്പം നമ്മുടെ ഇവിടെ ആർട്ടിസ്റ്റുകളായാലും ഫോർ ടു മേക്ക് ഗുഡ് സിനിമ അവരുടെ പുഷിങ് അത്രയും വലുതാണ് മലയാള സിനിമയിൽ. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല, വരാണ്ടിരിക്കട്ടെ. അതെ, ഈ പറഞ്ഞ കോൺവെർസേഷനിൽ അഭിനവ് ആഡ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഈ പറയുന്ന മലയാള സിനിമയുടെ സുവർണ്ണകാലം അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്ന സാധനം തീരും എപ്പോൾ ഇവിടെ ഒരു കോർപ്പറേറ്റ് വരുന്നു, അപ്പോൾ തീരും. കാരണം നേരത്തെ പറഞ്ഞ പോലെ OTT ഒക്കെ പറഞ്ഞ പോലത്തെ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊടാൻ പാടില്ല, ആ രീതിയിലുള്ള പരിപാടികൾ തുടങ്ങും. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇംപ്രവൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ
ആക്ടേഴ്സിന് ഇപ്പോൾ ഏജൻസ് ഉള്ള ആക്ടേഴ്സ് നമ്മളിവിടെ കുറവല്ലേ, ഏജൻസി ത്രൂ പരിപാടി. പല പടങ്ങളുടെയും രൂപം മാറുന്നുണ്ട്. 50 പ്രാവശ്യം റീ എഡിറ്റ് ചെയ്തു, മ്യൂസിക് ചെയ്ത് അഞ്ചക്കൊള്ളൊക്കെ ഡെസ്കിൽ ഇരുന്നിട്ട് 50 പ്രാവശ്യം വർക്ക് ചെയ്തു. അവർ രണ്ടുപേരും 50 പ്രാവശ്യം പൊളിച്ചാലേ പറ്റുള്ളൂ. രണ്ടുപേരും ഈഗോ ഇല്ലാത്തവരായതുകൊണ്ട് നടക്കുന്നതാ. പക്ഷെ ആലോചിച്ച് നോക്കൂ, 50 പ്രാവശ്യം ആ സാധനം പൊളിക്കുമ്പോൾ എവൻ്റെങ്കിലും കുരു പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ, അവൻ ചീത്ത വിളിച്ച് മറ്റവനെ തല്ലിയ. അല്ല, ഇതൊരു എന്താ പറയുക, എഗ്രി ചെയ്യാൻ. ഞാൻ സൗണ്ട് ഇതിൻ്റെ മേഖലയിലുള്ള കുറേ പേരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒരു സമയം കിട്ടിയിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരുന്നെങ്കിൽ. അല്ല, അതെ ആ ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ ഇത് പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ വിചാരിക്കും കോർപ്പറേറ്റേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് എല്ലാവർക്കും കിട്ടും എന്നുള്ള പോലെ. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളിൽ ഇൻ്റർഫിയറൻസ് കൂടുകയും ചെയ്യും. അല്ല, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഡയറിങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് നമുക്കുണ്ട്. കാരണം ഇപ്പം അന്ന് കോവിഡിൻ്റെ സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷനൊക്കെ വന്ന സമയത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു, ഞാൻ സിനിമ ചെയ്യാൻ പോവുക, ആരാ തടുക്കാൻ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു സിനിമ അങ്ങ് ചെയ്തു. അപ്പം അങ്ങനെ ഡയറിങ് ആയിട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും മലയാള സിനിമയിലുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് വന്നാലും ഇപ്പോൾ ഈ കോർപ്പറേറ്റൊക്കെ വരുമ്പോഴാണല്ലോ നമുക്കൊന്ന് മത്സരിക്കാൻ വേറൊരു ടീം, ഒരു അണ്ടർഡോഗിൻ്റെ വിജയമൊക്കെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ മലയാള സിനിമ തകർന്നൊന്നും പോവില്ല, പക്ഷേ അതൊരു സാധ്യതയാണ്. ഒരു സ്റ്റാറിന് 10 വാനിറ്റി വാൻ ഉണ്ടായിരുന്നു ഒരു ഹിന്ദി പടത്തിന്. എന്തിന്? അത് ഇസ് ദാറ്റ് ഗോയിങ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഫിലിം? സൗണ്ടുകാർക്ക് കുറച്ചുകൂടെ 10 ദിവസം കൂടെ കൊടുത്താൽ മേ ബി ദ സൗണ്ട് ക്വാളിറ്റി വിൽ ഇംപ്രൂവ്. പക്ഷേ ഒരു ലക്ഷറി വാനിറ്റി വാൻ്റെ അടുത്ത് 9 ലക്ഷറി വാനിറ്റി വാൻസ് നിൽക്കുന്നതിൽ ഇസ് ദി ആക്ടിങ് ഗോയിങ് ടു ഇംപ്രൂവ്? നോ. സോ ഈ ഒരു കോൺവെർസേഷൻ ഐ തിങ്ക് വി ക്യാൻ കണ്ടിന്യൂ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഒരു കോമൺ തിങ് brought us all together here. It's our love for cinema. Thank you so much. All of you were amazing. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.